ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് സെക്യൂറായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും ഉരുൾപൊട്ടൽ മഴ പ്രശ്നങ്ങളൊക്കെയാണ്. നമ്മുടെ വയനാട് വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദുരന്തത്തിൽ പെട്ടുപോയിട്ടുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വന്നു പോയിട്ടുള്ള ദുരന്തത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം അവർക്ക് സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫ്രേസൽ വെർബ്സ് ആണ്. അപ്പോൾ എന്താണ് ഫ്രേസൽ വെർബ്? ഇന്ന് ഗ്രാമറാണോ എന്ന് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ടാവും. ഒട്ടും വിഷമിക്കേണ്ട, നമ്മൾ ഗ്രാമറിലേക്കൊന്നും കിടക്കുന്നില്ല. കുറഞ്ഞ കുഞ്ഞു വാക്കുകളാണ്, അതായത് 25 കുഞ്ഞു വാക്കുകൾ. അതായത് നമുക്ക് നിത്യജീവിതത്തിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ ഫ്രേസൽ വെർബ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് 2 അതിലധികമോ വേർഡ്സ് ചേർന്നുകൊണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് വരുന്ന ക്രിയ ഉണ്ടാക്കുന്നു. അതാണ് എന്ത് ഫ്രേസൽ വെർബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡെഫിനേഷനിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും ഞാൻ കടക്കുന്നില്ല. കാരണം ഗ്രാമർ പറയുമ്പോൾ പലർക്കും ബോറടിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നമുക്ക് എക്സാമ്പിൾ കൂടി ഡിസ്കസ് ചെയ്യുമ്പം എന്താണ് ഫ്രേസൽ വെർബ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ ഞാൻ ആദ്യം തന്നെ പറയാം. സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ, ഇവിടെ 2 വേർഡ്സ് ഉണ്ട് അല്ലേ? സിറ്റ് ഡൗൺ. എന്താണ് സിറ്റ് ഡൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിറ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇരിക്കുക എന്നാണ്. ഡൗൺ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് താഴെ അല്ലെങ്കിൽ താഴേക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ സിറ്റ് ഡൗൺ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് താഴെ ഇരിക്കുക എന്നാണോ? അല്ല, പകരം എന്താണ്? ഇരിക്കുക. ഇരിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, 2 വാക്കുകൾ കൂടി ചേർന്ന് കഴിയുമ്പോൾ ആ വാക്കിൻ്റെ ഒറിജിനലായിട്ടുള്ള മീനിങ്ങിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള വേർഡ്സുകളും കൂടി പരിചയപ്പെട്ടേക്കാം. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. സോ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് പോകൂ. പോകൂ, ഇതിൻ്റെ മീനിങ് വരുന്ന വെർബ് എന്ന് പറയുന്നത് എന്താണ്? ഗോ ഓൺ. ഗോ ഓൺ, പോകൂ, ഗോ ഓൺ. ഇനി അതുപോലെ നടപ്പാക്കുക. നടപ്പാക്കുക, അതിൻ്റെ മീനിങ് വരുന്ന വെർബ് എന്ന് പറയുന്നത് എന്താണ്? ക്യാരി ഔട്ട്. ക്യാരി ഔട്ട്, നടപ്പിലാക്കുക. നടപ്പിലാക്കുക, ക്യാരി ഔട്ട്. ക്യാരി ഔട്ട്. ഇനി അതുപോലെ സജ്ജമാക്കുക. സജ്ജമാക്കുക. സജ്ജമാക്കുക എന്നുള്ള മീനിങ് വരുന്ന വെർബ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് അപ്പ്. സെറ്റ് അപ്പ്. സെറ്റ് അപ്പ്, സജ്ജമാക്കുക. ഇനി പുരോഗമിക്കുക. പുരോഗമിക്കുക എന്താണ്? പിക്കപ്പ്. പിക്കപ്പ്. പിക്കപ്പ്, പുരോഗമിക്കുക. ഇനി മടങ്ങി പോവുക. മടങ്ങി പോവുക. ഗോ ബാക്ക്. ഗോ ബാക്ക്, മടങ്ങി പോവുക. ഗോ ബാക്ക്. മടങ്ങി വരിക. മടങ്ങി വരിക. കം ബാക്ക്. കം ബാക്ക്, മടങ്ങി വരിക. കം ബാക്ക്. ഇനി പുറത്ത് പോവുക. പുറത്ത് പോവുക. ഗോ ഔട്ട്. ഗോ ഔട്ട്, പുറത്ത് പോവുക. ഗോ ഔട്ട്, പുറത്ത് പോവുക. ഇനി ചൂണ്ടിക്കാട്ടുന്നു. ചൂണ്ടിക്കാട്ടുന്നു. പോയിൻ്റ് ഔട്ട്. പോയിൻ്റ് ഔട്ട്, ചൂണ്ടിക്കാട്ടുന്നു. പോയിൻ്റ് ഔട്ട്. കണ്ടെത്തുക. കണ്ടെത്തുക. ഫൈൻഡ് ഔട്ട്. ഫൈൻഡ് ഔട്ട്, കണ്ടെത്തുക. ഫൈൻഡ് ഔട്ട്. അടുത്ത് വരിക. അടുത്ത് വരിക. കം അപ്പ്. കം അപ്പ്, അടുത്ത് വരിക. കം അപ്പ്. ഏറ്റെടുക്കുക. ഏറ്റെടുക്കുക. ടേക്ക് ഓവർ. ടേക്ക് ഓവർ, ഏറ്റെടുക്കുക. ടേക്ക് ഓവർ, ഏറ്റെടുക്കുക. പുറത്ത് വരിക. പുറത്ത് വരിക. കം ഔട്ട്. കം ഔട്ട്, പുറത്ത് വരിക. കം ഔട്ട്. അകത്തേക്ക് വരൂ. അകത്തേക്ക് വരൂ. കം ഇൻ. കം ഇൻ. കം ഇൻ, അകത്തേക്ക് വരൂ. താഴേക്ക് പോവുക. താഴേക്ക് പോകുക. ഗോ ഡൗൺ. ഗോ ഡൗൺ, താഴേക്ക് പോകുക. ഗോ ഡൗൺ. പുറപ്പെട്ടു. പുറപ്പെട്ടു. സെറ്റ് ഔട്ട്. സെറ്റ് ഔട്ട്, പുറപ്പെട്ടു. സെറ്റ് ഔട്ട്. എടുക്കുക. എടുക്കുക. ടേക്ക് അപ്പ്. ടേക്ക് അപ്പ്, എടുക്കുക. ടേക്ക് അപ്പ്. തിരിച്ചു വരിക. തിരിച്ചു വരിക. ഗെറ്റ് ബാക്ക്. തിരിച്ചു വരിക. ഗെറ്റ് ബാക്ക്. ഗെറ്റ് ബാക്ക്.
ഇരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എക്സാമ്പിളായിട്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ എന്താണ്? ഇരിക്കുക. സിറ്റ് ഡൗൺ. സിറ്റ് എന്ന് പറഞ്ഞാലും ഇരിക്കുക എന്ന് തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ കുറച്ചും കൂടി ഫോമലായിട്ട് ഫ്രേസലായിട്ട് യൂസ് ചെയ്യുമ്പം എങ്ങനെ പറയുന്നു? സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ എന്ന് പറയൂ അല്ലേ, അല്ലെങ്കിൽ സിറ്റ് ഇസ് ഇനഫ്. സിറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഇരിക്കുക. ഇവിടെ ഇരിക്കുക, സിറ്റ് ഡൗൺ. ഇനി ഉൽപ്പാദിപ്പിക്കുക. ഉൽപ്പാദിപ്പിക്കുക, ടേൺ ഔട്ട്. ടേൺ ഔട്ട്. ഉൽപ്പാദിപ്പിക്കുക, ടേൺ ഔട്ട്. ഏറ്റെടുക്കുക. ഏറ്റെടുക്കുക, ടേക്ക് ഓൺ. ടേക്ക് ഓൺ. ഏറ്റെടുക്കുക, ടേക്ക് ഓൺ. ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക, ഗിവ് അപ്പ്. ഗിവ് അപ്പ്. ഉപേക്ഷിക്കുക, ഗിവ് അപ്പ്. എഴുന്നേൽക്കുക. എഴുന്നേൽക്കുക, ഗെറ്റ് അപ്പ്. ഗെറ്റ് അപ്പ്. എഴുന്നേൽക്കുക. തിരയൽ. തിരയൽ അല്ലെങ്കിൽ തിരയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ലുക്കപ്പ്. ലുക്കപ്പ്, തിരയുക. ഇനി മുന്നോട്ട് പോവുക. മുന്നോട്ട് പോവുക, ക്യാരി ഓൺ. ക്യാരി ഓൺ. മുന്നോട്ട് പോവുക. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തുടരാൻ വേണ്ടിയിട്ട് എങ്ങനെ പറയാം? യു ക്യാരി ഓൺ എന്ന് പറയൂ അല്ലേ. അതുപോലെ ക്യാരി ഓൺ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? മുന്നോട്ട് പോകുക. കയറുക. കയറുക, ഗോ അപ്പ്. ഗോ അപ്പ്, കയറുക. കയറുക, ഗോ അപ്പ്. ഇതുപോലത്തെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. അപ്പോൾ അടുത്ത തുടർന്നുള്ള വീഡിയോകളിൽ ഞാനത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ ഈ വേർഡ്സ് നിങ്ങൾക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും. എങ്കിലും നമ്മൾ ഫ്രേസൽ വെർബ് എന്നുള്ള കണ്ടൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്ത് തന്നത്. അപ്പോൾ ആ വേർഡ്സും ഫ്രേസൽ വെർബ് എന്താണെന്ന് കേൾക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ വേർഡ്സിൻ്റെ മീനിങ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ 2-3 തവണ നമ്മൾ വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കതിൻ്റെ പ്രൊനൗൺസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ മീനിങ് ആ കൂടെ തന്നെ പഠിച്ചു പോകാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറയുന്ന കൂട്ടത്തിൽ എല്ലാവരും എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി എത്തിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഇനിയും ഇത്തരത്തിലുള്ള ഫ്രേസൽ വെർബ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യെസ് എന്ന് കമൻറ്റ് ചെയ്യണം. എന്താണ് കമൻറ്റ് ചെയ്യേണ്ടത്? യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തംസ് അപ്പ് എങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ടേക്ക് കെയർ.